കരൂർ ദുരന്തത്തിൽ ടി.വി.കെ അധ്യക്ഷൻ വിജയ് ഈ മാസം 19-ന് വീണ്ടും ഹാജരാക്കണമെന്ന് സിബിഐ. മൊഴിയെടുപ്പ് പൂർത്തിയായിട്ടില്ലെന്നും സിബിഐ അറിയിച്ചു. സജു തുടരുന്നുണ്ട് വിവരങ്ങളുമായി. സജു, നേരത്തെ വിജയ് നൽകിയ മൊഴി ദുരന്തത്തിന്റെ ഉത്തരവാദിത്തം അത് പ്രാദേശിക ഭരണകൂടത്തിനാണ് എന്നായിരുന്നു. ഇതിപ്പോൾ എന്തുകൊണ്ടാണ് വീണ്ടും വിളിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്? അനീഷ, ഇന്ന് ഹാജരാകാൻ വേണ്ടിയാണ് വിജയോട് ഇന്നലെ ആവശ്യപ്പെട്ടത്. പക്ഷേ പൊങ്കൽ പ്രമാണിച്ച് അദ്ദേഹത്തിന് മുൻകൂട്ടി തീരുമാനിച്ച ചില പരിപാടികളുള്ളതിന് അദ്ദേഹത്തിന് നാട്ടിലേക്ക് പോകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടതിനോട് കൂടിയാണ് അദ്ദേഹത്തിന് ഇന്ന് പോകാൻ വേണ്ടി സിബിഐ അനുമതി നൽകിയത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ വീണ്ടും വിളിപ്പിക്കുന്നത് സിബിഐ ആവശ്യപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 19-ാം തീയതി, ഈ മാസം 19-ാം തീയതി വീണ്ടും ഹാജരാകാൻ വേണ്ടി സിബിഐ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വലിയ തോതിൽ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ജനനായകൻ സിനിമയോട് പോലെ തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനത്തിൽ ടി.വി.കെ എന്ന പാർട്ടിയുടെ ഭാവി നിശ്ചയിക്കാൻ പോകുന്നത് സിബിഐയുടെ തീരുമാനങ്ങളാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് സിബിഐ ആസ്ഥാനത്ത് അദ്ദേഹം എത്തിയപ്പോൾ അദ്ദേഹം പ്രാദേശിക ഭരണകൂടത്തിന് ഇതുമായി ബന്ധപ്പെട്ട പൂർണ്ണ ഉത്തരവാദിത്തമെന്നാണ് അദ്ദേഹം പഴിചാരിയത്. 41 പേർക്കാണ് ജീവൻ നഷ്ടമായത് കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട്. അതിൽ കൃത്യമായിട്ടുള്ള മറുപടിയാണ് വിജയുടെ പക്കലും ചോദിച്ചറിയുന്നത്. ചില വിവരങ്ങൾ കൂടി സിബിഐക്ക് ഇതിൽ നിന്ന് അന്വേഷിക്കാനുണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ചോദിച്ചറിയാനുണ്ട്. അതിനുവേണ്ടിയാണ് അദ്ദേഹത്തെ ഈ മാസം 19-ാം തീയതി വീണ്ടും മൊഴിയെടുക്കാൻ വേണ്ടി വിളിച്ചു വരുത്തുന്നത്.